കാലാവസ്ഥാ പ്രതിസന്ധിയെ നേരിടാൻ ഐക്യത്തിനുള്ള ആഹ്വാനങ്ങളുമായി 12 ദിവസത്തെ കാലാവസ്ഥാ ഉച്ചകോടി COP30 ആരംഭിച്ചു. ബ്രസീലിയൻ നഗരമായ ബെലമിലാണ് ഉച്ചകോടി. ഇസ്ലാമാബാദിലെ ഭീകരാക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളെ ശക്തമായി എതിർത്ത ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യത്തെക്കുറിച്ച് നന്നായി അറിയാമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യേൽ വാങ്ചുക്കും ചേർന്ന് ഭൂട്ടാനിലെ കാലചക്ര ശാക്തീകരണം ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദയുമായി കൂടിക്കാഴ്ച നടത്തി. ബീഹാർ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മറ്റന്നാൾ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ NDAക്ക് മുൻതൂക്കം.